ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു പുതിയ ബിസിനസിന്റെ ഡീറ്റെയിൽസും ആയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മാജിക് ടവൽ. അതായത് ടാബ്ലറ്റ് രൂപത്തിലുള്ള ഒരു ടവൽ. അത് ആക്ച്വലി വരുന്ന ഒരു ടിഷ്യൂ പേപ്പറിന്റെ രൂപത്തിലാണ് അല്ലെ. എന്നാൽ നമുക്ക് ടിഷ്യൂ പേപ്പറിന്റെ ഫോമിലല്ലാതെ ഈ ഒരു മാജിക് ടവൽ അവൈലബിൾ ആണ്. അതായത് മൈക്രോ ഫൈബറുകൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു മാജിക് ടവൽ അവൈലബിൾ ആണ്. അത് ടാബ്ലറ്റിന്റെ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ ബിസിനസ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ ലൈസൻസ് വർക്കുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ലൈസൻസ് എടുക്കണമെങ്കിൽ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടാബ്ലറ്റ് മാജിക് ടവലിന്റെ ബിസിനസ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ M4 ടെക്കിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എങ്കിൽ നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഈ ഒരു ടവല് കണ്ടിട്ടുണ്ടാവും. ആ സെയിം രീതി തന്നെയാണ് ഈ ഒരു മാജിക് ടവലിനും വരുന്നത്. എന്നാൽ ഇത് ഫുൾ വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കും. അതായത് നമ്മുടെ കിച്ചണിലെ, കാറിലെ, സിങ്കിലെ, അതുപോലെ തന്നെ ആഫ്റ്റർ ബാത്ത് യൂസ് ചെയ്യാനായിട്ട്, പ്ലേറ്റ് തുടയ്ക്കാനായിട്ട്, ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാം നമുക്ക് ഈ ഒരു മാജിക് ടവല് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ടവല് റീയൂസബിൾ ടവലാണ്. അതായത് ആ ഒരു ഫുൾ വെള്ളം ഇത് അബ്സോർബ് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ അത് വെയിലത്തിട്ട് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് പിഴിഞ്ഞു കളയുകയാണെങ്കിൽ അതിലെ ഫുൾ വെള്ളം പോയി വീണ്ടും ആ ഒരു പഴയ രീതിയിലാവുകയും വീണ്ടും നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഉപയോഗം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ അധികമായിട്ട് മാർക്കറ്റിലോട്ടില്ല എങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റിന് പബ്ലിസിറ്റി കൊടുത്ത് വിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. നമുക്ക് ഇതിന്റെ ഒരു റേറ്റ് ആമസോണിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 300 രൂപ, അതുപോലെ തന്നെ 299 ആ ഒരു റേറ്റ് ആണ് വരുന്നത്. ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് എത്ര രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്നതെന്ന് അറിയാമോ? വെറും 12 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒരു പീസ് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്നതാണ്. അതിന് നിങ്ങൾ പാക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് ഓൾറെഡി പാക്ഡ് ആണ്. ഇനി നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കൂടെ റീപാക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ആ സെയിം പാക്ക് തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിലൊക്കെ ഉപയോഗിച്ച് വിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ വിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഏകദേശം പ്രോഫിറ്റ് കിട്ടുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഹോൾസെയിൽ റേറ്റ് വരുന്ന 12 രൂപയാണ്. റീറ്റെയിൽ റേറ്റ് വരുന്ന 300 രൂപയാണ്. അപ്പോൾ ഒറ്റ ഒരു പ്രോഡക്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 288 രൂപ കിട്ടുന്നുണ്ട്. അതിൽ നമുക്കൊരു ലാഭം ഒരു 200 രൂപ കണക്കാക്കാം. നമ്മൾ അല്പം റേറ്റ് കുറച്ചിട്ടാണ് വിൽക്കുന്നതെങ്കിലും എങ്ങനെ പോയാലും നമുക്ക് 200 രൂപ ലാഭം കിട്ടുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ 5 പ്രോഡക്റ്റുകൾ മാത്രം ഓൺലൈനായിട്ട് വിറ്റാലും നമുക്ക് 1000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മാസം ഇങ്ങനെ വിൽക്കുകയാണെങ്കിൽ നമുക്ക് 30,000 രൂപ വളരെ ഈസി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഒരു ദിവസം 10 എണ്ണം വിൽക്കുകയാണെങ്കിലോ നമുക്ക് ഈസി ആയിട്ട് തന്നെ 60,000 രൂപ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഓൺലൈൻ വഴിയല്ല, ഷോപ്പുകളിലാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ദിവസം മിനിമം 5 കടകളിൽ നിന്ന് ഓർഡർ എടുക്കാൻ സാധിക്കില്ലേ? അപ്പോൾ ഒരു കടയിൽ നിന്ന് നമുക്ക് 10 ഓർഡർ കിട്ടിയാലും നമുക്ക് 5 കടകളാകുമ്പോൾ 50 ഓർഡർ കിട്ടുന്നതാണ്. ഇത് ഏകദേശമുള്ളൊരു കണക്കാണ്. ഇത്രയും ഒരു പ്രോഡക്റ്റിൽ നമുക്ക് വിൽക്കാൻ സാധിക്കണമെന്നില്ല. എന്നാലും ഇത് പുതിയൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട്, അതായത് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് സ്ഥാനമുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ സെയിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ബിസിനസ് ചെയ്യാവുന്നതാണ്. ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ഇന്ത്യ മാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്ക് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി നൽകുന്നതാണ്. അവരുടെ കയ്യിൽ നിന്ന് തന്നെ പ്രോഡക്റ്റ് വാങ്ങണമെന്നില്ല. ഇതിന്റെ ഒരുപാട് ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നല്ല ബ്രാൻഡ് ഏതാന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി ഞാൻ നല്ല പുതിയ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.